അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 38-ാമത്തെ സൂറത്ത് 12-ാമത്തെ ആയത്ത്. ഇതിൽ അള്ളാഹു മുമ്പുണ്ടായിരുന്ന അക്രമികളെ എങ്ങനെയാണ് നശിപ്പിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് മുമ്പ് നൂഹിൻ്റെ ജനത ഉണ്ടായിരുന്നു, ഞാൻ മുക്കിക്കൊന്നു. ആദുണ്ടായിരുന്നു, അവരെ എല്ലാവരും തല്ലി മറിച്ചും പറിച്ചും ഒക്കെ കൊന്നു. പിന്നെ ഫിർഔനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ആണികളുടെ ആളായ ഫിർഔൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാളെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അയാൾ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണോ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു രീതി അറബിയിലുണ്ട്. അതായത് എപ്പോഴും കുതിരയുടെ കൂടെ നടക്കുന്നതെങ്കിൽ അവനെ കുതിരക്കാരൻ അല്ലെങ്കിൽ കുതിരയുടെ ആളെന്ന് വിളിക്കും. അതുപോലെ അബൂ ഹുറൈറ എന്ന് പറയുന്ന ഹിർന്ന് എന്ന പൂച്ചയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ പേര് അതല്ല, അദ്ദേഹത്തിൻ്റെ തോളത്ത് എപ്പോഴും ഒരു പൂച്ച ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പൂച്ചയുടെ ആൾ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ ആണികളുടെ ആളായ ഫിർഔൻ, അതായത് ഒന്നല്ലെങ്കിൽ ഫിർഔനും ലോകത്തിലെ ഏറ്റവും വലിയ പട്ടാളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ ഇങ്ങനെ പോകുമ്പോൾ ടെൻ്റ് അടിച്ചു വെച്ചിരിക്കുന്നത് ആണി കൊണ്ട് അല്ലെങ്കിൽ ആപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അത്രയധികം ആപ്പുകൾ അല്ലെങ്കിൽ ആണികൾ ഉണ്ടായിരുന്നു, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഫിർഔൻ വലിയ പിരമിഡ് പണിത് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, 1 കിലോമീറ്റർ പൊക്കമുള്ള സാധനമാണ് പണിത് വെച്ചിരിക്കുന്നത്. പർവ്വതങ്ങളെ അള്ളാഹു ഭൂമിയെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഉണ്ടാക്കിയ ഒരു ചെറിയ പർവ്വതം, അപ്പോൾ അത് ആണിയാണ്. ഈ 2 വിശദീകരണങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. സമൂദിനെ നശിപ്പിച്ചിട്ടുണ്ട്, ലൂത്തിനെ നശിപ്പിച്ചിട്ടുണ്ട്, മരക്കൂട്ടങ്ങളിൽ വസിച്ചിരുന്ന ആളുകളെയും നശിപ്പിച്ചിട്ടുണ്ട്. ഈ മരക്കൂട്ടത്തിൽ വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു നബിയുടെ കാലത്ത് ആളുകൾ മരത്തിൻ്റെ മുകളിൽ വീട് കെട്ടി താമസിച്ചിരുന്നു. നമ്മൾ പല സിനിമകളിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ. അതുപോലത്തെ ആളുകളെ നമ്മുടെ അറിവിൽ അങ്ങനെ ആരുമില്ല. മരത്തിൻ്റെ മുകളിൽ മൊത്തം ഒരു പട്ടണം, അല്ലാതെ ഒരാൾ രണ്ടാളല്ല, ആ സമുദായം മുഴുവനും മരത്തിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. വീടുകളൊക്കെ മരത്തിൻ്റെ മുകളിലാണ്. താഴേക്കട അവർ എന്തെങ്കിലും പിടിക്കാനോ മൃഗങ്ങളെ പിടിക്കാനോ മാത്രമേ ഇറങ്ങാറുള്ളൂ. മുകളിൽ ഇങ്ങനെ പട്ടണങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, 100 കണക്കിന്. അവരും ഇങ്ങനത്തെ ആളുകളായിരുന്നു. അവരെയും നശിപ്പിച്ചു കളഞ്ഞു. അവർക്കൊക്കെ ഒറ്റ ശബ്ദമാണ് അസ്സയ്ഹ. ജിബ്രീൽ അലൈഹിസ്സലാം അത് ഒച്ച എടുക്കും, ഒക്കെ തീരും. കാരണം അത്ര വലിയ സാധനമാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അവർക്ക് സമയവും കൊടുത്തില്ല, സെക്കൻഡുകൾക്കുള്ളിൽ തീർന്നുണ്ടാവും.